നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈക്ക് കാണുമ്പോൾ പേടിച്ചോടുന്ന പല രാഷ്ട്രീയക്കാരുമുണ്ട്. മൈക്ക് എന്നാൽ വലിയ സന്തോഷത്തോടു കൂടി ഓടി വരുന്ന രാഷ്ട്രീയക്കാരുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മന്ത്രിമാരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഗ്യാങ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത്. മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ഒരു വെപ്രാളമാണ് അല്ലെങ്കിൽ പേടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാൻ കാണില്ല. ഗൗരവത്തോടു കൂടിയുള്ള കടിച്ചാൽ പൊട്ടാത്ത 4-5 മലയാള ഭാഷകൾ അങ്ങോട്ട് വിതറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ബാക്കി വീക്കക്കളെല്ലാം. എന്തായാലും മന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുപോയത്. വീണ ജോർജിനെ മന്ത്രിയാണെന്ന് പോലും പരിഗണന നൽകാതെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹത്തിന്റെ ആക്രമണത്തിന് ന്യായത്തിന്റെ മുഖമുള്ളതിനാൽ തന്നെ മലയാളികൾ എല്ലാവരും അദ്ദേഹത്തിനൊപ്പമാണ്, രോഗികൾ എല്ലാവരും അദ്ദേഹത്തിനൊപ്പമാണ്. 1980-ലെ പ്രാകൃത രീതിയാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർന്നുകൊണ്ട് പോകുന്നതെന്ന് അദ്ദേഹം ആരുടെ മുഖം നോക്കാതെ തുറന്നടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ ഒന്നും തന്നെ പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിന് യാതൊരുവിധ മറുപടി നൽകാനില്ല. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ HOD ആണ്, അവിടെ തന്നെ അദ്ദേഹം കാണും, അദ്ദേഹത്തിനോട് തന്നെ പോയി ചോദിച്ചുകൊള്ളൂ. ഡോക്ടർ ഹാരിസിനൊന്നും മറുപടി പറയാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. അതായത് മറുപടി പറയാൻ പറ്റില്ല. അതായത് പലരും ചോദിക്കുന്നുണ്ട്, എന്തേ മുട്ടുവിറയ്ക്കുന്നുണ്ടോ, കാരണം അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കുന്നുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിലെ ഈ നിലത്ത് കിടത്തി ചികിത്സയെ ന്യായീകരിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസവും രംഗത്തെത്തി. ഉൾക്കൊള്ളുന്നതിലും അധികം രോഗികളാണ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. ആശുപത്രികളിൽ കൂടുതൽ സൗകര്യം ഉറപ്പാക്കുകയാണ്. ഒരു രോഗിയെ പോലും തിരിച്ചയക്കുന്നില്ല. രോഗികളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവരുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. റഫറൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടരുത്. ബെഡ് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ധാരാളം രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും വീണ ജോർജ് പറയുന്നു. വിഷയത്തിൽ ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിൽ മറുപടി പറയാനില്ലെന്നും അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കൂ എന്നും മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുക. അവിടുത്തെ ഒരു യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ HOD ആണ്, അവിടുത്തെ ഡോക്ടറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത്. ജില്ലാ ആശുപത്രിയിലും പണ്ട് നമുക്ക് കാത്തലാബ് ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പൊ അവിടെ കാത്തലാബ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയപ്പം സൂപ്രണ്ട് പറഞ്ഞു 11 പേര് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പൊ തന്നെ ഇന്നലെ നമ്മളൊരു കണക്കെടുത്തപ്പം 77 രോഗികളാണ്, ആരും ഇല്ലാത്തവർ, ഡെസ്റ്റിറ്റ്യൂട്ട്സ്. 6 മാസമായിട്ട് ഈ വാർഡിൽ കഴിയുന്ന ഒരാളുണ്ട്, ഡിസ്ചാർജ് ആയിട്ടും പോകുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുന്നത് പ്രാകൃതമെന്ന് ഡോക്ടർ ഹാരിസ് വിമർശിച്ചിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര സൗകര്യം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വൻ വിവാദമായിരുന്നു. അന്ന് മുതൽ ആരോഗ്യ വകുപ്പിന്റെ കണ്ണിലെ കരടാണ് ഡോക്ടർ ഹാരിസ്. തറയിൽ രോഗിയെ കിടത്തി ചികിത്സിക്കുന്ന പ്രാകൃത രീതി ആരോഗ്യ മേഖലയിൽ നമ്പർ 1 നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് ഒരു ഡോക്ടർ തന്നെ വിളിച്ചു പറയുമ്പോൾ, അത് മാത്രമല്ല അങ്ങനെ തറയിൽ കിടത്തിക്കൊണ്ട് ഒരു രോഗി മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജിന് പ്രത്യേകിച്ച് ഒന്നുമേ പറയാനില്ല എന്നുള്ളതാണ് അവരുടെ ദയനീയ അവസ്ഥ എന്നുള്ളത് കൂടി നോക്കുക. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്ത് വന്നിരുന്നു. വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയാണ് ഡോക്ടർ ഹാരിസിന്റെ വിമർശനം. എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാനാകും? നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി. പ്രാകൃതമായ നിലവാരമെന്നും ഹാരിസ് അഭിപ്രായപ്പെട്ടു. വേണുവിന്റെ മരണം നിർഭാഗ്യകരമെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. 1986-ലെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എണ്ണം തികയ്ക്കാൻ ഡോക്ടർമാരെ അടിക്കടി മാറ്റുന്നു. അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിനാണ് പ്രത്യേകിച്ചൊന്നും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പറയാനില്ലാത്തത്. പ്രത്യേകിച്ചൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ഇല്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് എന്തിനു കടുത്തൂങ്ങണം, ഇറങ്ങി പൊക്കൂടെ മാഡം എന്നാണ് പലരും ചോദിക്കുന്നത്.